RSS പ്രവർത്തകനായ യുവാവിൻ്റെ മരണമൊഴിയായി വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് RSS നേതൃത്വം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അവസാന കുറിപ്പിലും യുവാവ് RSSൻ്റെ പേര് എടുത്തു പറഞ്ഞിരുന്നു. എന്നാൽ അതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകി ഈ കേസ് വഴിതിരിച്ചു വിടാനായിരുന്നു RSSൻ്റെ നീക്കങ്ങൾ. മരിക്കുന്നതിന് മുൻപായി യുവാവ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന വീഡിയോ സന്ദേശം കൂടി പുറത്തു വന്നതോടെ സംഘത്തിൻ്റെ ഈ നാടകം തകർന്നു വീഴുകയായിരുന്നു. 3 വയസ്സ് മുതൽ താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന് അനന്തു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഗുരുതര ലൈംഗിക ആരോപണങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. 3 വയസ്സ് മുതൽ വീടിനടുത്തുള്ള ഒരാൾ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും ലൈംഗികമായി ചൂഷണം ചെയ്ത ആളിപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. അന്ന് അറിയില്ലായിരുന്നു ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണെന്ന്. അമ്മയോടും പെങ്ങളോടും ഉള്ള സ്നേഹം കൊണ്ടാണ് ഇത്രയും നാൾ താൻ ജീവിച്ചിരുന്നത്. പക്ഷേ അവർക്ക് നല്ല മകനോ സഹോദരനോ ആകാൻ എനിക്ക് പറ്റിയില്ല. പല സ്ഥലത്തു നിന്നും ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. RSSകാരോട് ഒരിക്കലും ഇടപെടരുത്. RSS ക്യാമ്പുകളിൽ ശാരീരികവും മാനസികവും ലൈംഗികവുമായി ചൂഷണം ചെയ്യുകയാണ്. അതിനുള്ള തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കാൻ എൻ്റെ കയ്യിലില്ല. ലൈംഗികമായി ചൂഷണം ചെയ്തത് നിതീഷ് മുരളീധരൻ എന്നയാളാണ്. നിതീഷ് മുരളീധരൻ തുടർച്ചയായി ചൂഷണം ചെയ്തുവെന്നും വീഡിയോയിൽ പറയുന്നു. എല്ലാവരും ഇയാളെ വിളിക്കുന്നത് കണ്ണൻ ചേട്ടൻ എന്നാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി കുടുംബസമേതം ജീവിക്കുകയാണെന്നും അനന്ത് വെളിപ്പെടുത്തി. RSS ക്യാമ്പുകളിൽ ടോർച്ചറിംഗ് ആണ് നടക്കുന്നതെന്നും പ്രതി നാട്ടിൽ നല്ല പേര് പറഞ്ഞ് നടക്കുന്ന ഒരു സജീവ പ്രവർത്തകനാണെന്നും പറയുന്നുണ്ട്. താൻ വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചെന്നും അതിൻ്റെ ഫലമായി OCD, പാനിക് അറ്റാക്ക് എന്നിവ ഉണ്ടായെന്നും പറയുന്നു. കേസ് വഴിതിരിക്കാനുള്ള RSS സംഘടനയുടെ നീക്കം പൊളിഞ്ഞതോടെ മറുപടി പോലും നൽകാൻ കഴിയാത്ത വിധം കുരുക്കിലായിരിക്കുകയാണ് നേതാക്കൾ. സംഭവത്തിൽ നിതീഷ് മുരളീധരൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. RSS ക്യാമ്പിൽ നടക്കുന്ന ലൈംഗിക പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വെളിച്ചത്ത് വരുന്നത്. അനന്തുവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നിതീഷ് മുരളീധരൻ്റെ സ്ഥാപനം 2 ദിവസമായി അടഞ്ഞുകിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും അപ്രത്യക്ഷമായിട്ടുണ്ട്. അനന്തുവിൻ്റെ ആരോപണം ഗുരുതരമാണെന്നും സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും പ്രിയങ്ക ഗാന്ധി MP ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് DYFI ബ്ലോക്ക് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസും കാഞ്ഞിരപ്പള്ളി DYSPക്ക് പരാതി നൽകിയിരുന്നു. രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ട ഒന്നാണ് ലൈംഗിക ചൂഷണങ്ങൾ, പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ. ഈ കണ്ണൻ ചേട്ടനും ഉസ്താദും എല്ലാം വ്യത്യസ്ത മതമാണെങ്കിലും അവരെല്ലാം ഒന്നാണ്. ബാലപീഡകർ എന്ന പൊതുവായ വിഭാഗത്തിലാണ് ഇവർ ഉൾപ്പെടുന്നത്. ഇവരെ അകറ്റി നിർത്തിയാൽ മാത്രം പോരാ, സമൂഹത്തിൽ നിന്നും തീർത്തും ഒറ്റപ്പെടുത്തുകയും വേണം. കുറ്റം ചെയ്തതിനുള്ള ശിക്ഷയോടൊപ്പം മാനസിക ചികിത്സയും ഈ കൂട്ടർക്ക് അത്യാവശ്യമാണ്. ഈ യുവാവിൻ്റെ അവസാനത്തെ വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണെന്നും ചില RSS വൃത്തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ വീഡിയോ ഒരിക്കൽ കണ്ടു നോക്കണം. അയാൾ എത്രമാത്രം വേദനയോടും വിഷമത്തോടും കൂടിയാണ് തൻ്റെ അവസാന മൊഴി നൽകുന്നതെന്ന് ആ വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ്.